ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയോ ഉഴുന്നോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം, അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ കഴിയൂ. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ മൂങ് ദാൽ ഇഡ്ഡലി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി ഇതിലോട്ട് ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം, ലൂസായി പോകരുത്. ഇനി നമുക്കിതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലെല്ലാം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1/2 അവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ നല്ല പോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് റെഡിയാക്കി കിട്ടേണ്ടത്. ഇനി തട്ടുകളിലെല്ലാം മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മൂങ് ദാൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. മാവ് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. മാവ് ലൂസായി പോയാൽ ഇഡ്ഡലി ഹാർഡായി പോവും, നല്ല സോഫ്റ്റായി കിട്ടില്ല. ഇപ്പോൾ ഇതാ തട്ടിലെല്ലാം ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി 2 തട്ടുകളും ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി എന്തായെന്ന് തുറന്ന് നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോകട്ടെ. എന്നിട്ട് നമുക്ക് തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതാ ഇഡ്ഡലിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. നോക്കിയേ, പച്ചരിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ തന്നെ എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു മൂങ് ദാൽ ഇഡ്ഡലി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണിത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആൻഡ് സിമ്പിൾ ഇഡ്ഡലി റെസിപ്പികളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൂങ് ദാൽ ഇഡ്ഡലി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.